ഹലോ. അപ്പം ഞാൻ ഇന്നൊരു പഴയ രീതിയിലുള്ള നാരങ്ങച്ചാറാണ് കാണിക്കുന്നത്. അതിന് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ നാരങ്ങ നന്നായി വഴറ്റി അതിലെ കറയൊക്കെ പോയി ചൂടാറിയതിന് ശേഷം ഉണങ്ങിയൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായി തുടച്ച് കട്ട് ചെയ്ത് വെക്കുക. ഇനി വലിയൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുകിട്ട് ഇഞ്ചി നീളത്തിലരിഞ്ഞതും വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 2 കുടം വെളുത്തുള്ളിയും 4 പച്ചമുളകും ചെറുതാക്കി മുറിച്ചതും ഇട്ട് നന്നായി വഴറ്റുക. ഈ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും, ഞാൻ അച്ചാർ പൊടിയാണ് ഇട്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഉലുവയും കടുകും പെരിഞ്ജീരകവും എല്ലാം നന്നായി വറുത്ത് പൊടിച്ച അച്ചാർ പൊടി ഉണ്ടാക്കാം. കായപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇത് ഫ്ലെയിം ചെറുതാക്കി ഓഫാക്കിയാലും കുഴപ്പമില്ല, ചട്ടിയുടെ ചൂടുണ്ടാകും. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി ഫ്ലെയിം കുറച്ച് കൂട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വിനാഗിരി, ഒരു പാകത്തിന് വിനാഗിരി മതി, വിനാഗിരിയും ഇട്ട് ഇളക്കി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നല്ല തിളച്ച് മറിയേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ക്രമീകരിക്കാൻ. ഇനി ചൂടാറിയതിന് ശേഷം നല്ലൊരു കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം.